ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ക്രിസ്മസ് അടുത്തെത്താറായി. അപ്പോൾ എല്ലാവരും വീട്ടിലും ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിലും ക്രിസ്മസ് ട്രീ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെക്കറേഷനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, പകുതി പണിയൊക്കെ ആയിട്ടുള്ള വീട് ക്ലീനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേക്ക്, വൈൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പമില്ലാതെ ഒരു പരിപാടിയില്ല. ക്രിസ്മസ് ഈസ്റ്ററൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ മിക്കവാറും അപ്പമായിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്ര സമയം ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന അപ്പമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഒത്തിരിയധികം ക്രിസ്മസ് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. വൈൻ, കേക്ക്, അതുപോലെ തന്നെ സ്റ്റൂ, ഫിഷ് മോളി. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഞാൻ കൊടുക്കാൻ. കാണാത്തവരാണെങ്കിൽ അത് കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പമുണ്ടാക്കാനുള്ള അരി 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. അപ്പം ഉണ്ടാക്കുന്ന അരി ഇത്തിരി നല്ല ഇനം പച്ചരി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപ്പത്തിന് ഉപയോഗിക്കുന്ന അരി ഇത്തിരി നല്ല വെളുത്ത കളറുള്ള അരി ഉപയോഗിച്ചുണ്ടാക്കുകയാണെങ്കിൽ അപ്പത്തിന് നല്ല വെളുത്ത നിറം കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണ്. 250 ml കപ്പിന് 2 കപ്പ്. അപ്പത്തിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഒരു മുറി തേങ്ങയാണ്. തേങ്ങ ചിരവി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തേങ്ങയുടെ അടിഭാഗം വരുമ്പോഴത്തേക്ക് ആ ചിരട്ടയുടെ കറുത്ത ഭാഗമൊന്നും ചിരവി എടുക്കരുത്. കറുത്ത ഭാഗം നമ്മൾ അരച്ച് ചേർക്കുകയാണെങ്കിൽ അപ്പത്തിന് പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ കിട്ടില്ല. ഇനി വേണ്ടത് ചോറാണ്. ചോറ് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വെള്ള അരിയുടെ ചോറ് എടുക്കാൻ ശ്രദ്ധിക്കാം. നമുക്ക് കുത്തരിയുടെ ചോറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര വെളുത്ത കളർ കിട്ടില്ല അപ്പത്തിന്. അപ്പോൾ ഇതുപോലെ തന്നെ ചോറ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വെളുത്ത കളറുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ ഞാനിവിടെ ചിരവി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. വലിയ ജാറായതുകൊണ്ട് ഞാൻ 2 കപ്പ് അരി ഒന്നിച്ചിട്ടിട്ടാണ് അരക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊട്ട് കൂടിപ്പോകരുത്. ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 3/4 കപ്പ് വെള്ളം ചേർത്ത് നമ്മൾ അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി മിക്സി മൂടി ഇതൊന്ന് അരച്ചെടുക്കണം. ആദ്യം നല്ല ഫൈനായിട്ട് അരക്കരുത്. ആദ്യം കുറച്ച് തരിയോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് കപ്പി കാച്ചാനുള്ളതാണ്. അരച്ചൊരു ചെറിയ റവയുടെ തരിയുള്ള പാകമാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മാവ് മാറ്റിയിട്ട് വേണം നമുക്ക് കപ്പി കാച്ചാനായിട്ട്. ഇപ്പോൾ അരി ഈ കാണുന്ന പോലെ ഒരു ചെറിയ തരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. മാവ് ഇതുപോലെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അറിയാം ചെറിയ റവ പോലെയുള്ള തരി ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് ഇതുപോലുള്ള 2 തവി മാവ് ഒരു സോസ് പാനിലേക്ക് കോരി മാറ്റാം നമുക്ക് കപ്പി കാച്ചാനായിട്ട്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് മാവ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. സ്റ്റൗവിൽ വെച്ചൊരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ ചൂടിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ചൂടിലൊക്കെ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാവ് അടിയിൽ പിടിക്കുകയും കട്ട കെട്ടുകയൊക്കെ ചെയ്യും. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മാവ് കാണുന്ന പോലെ നന്നായിട്ട് തിളച്ച് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ബാക്കി മാവിലേക്ക് തേങ്ങ ചിരവിയതും ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചോറ് ചേർത്തതിന് ശേഷം മിക്സി മൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരി ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ കപ്പി കാച്ചി വെച്ചത് ഇപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിൽ നമ്മൾ അരി അരച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പി കാച്ചിയത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കപ്പി കാച്ചിയത് ഇപ്പോൾ നല്ല തിക്കാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്.
ഇനി മിക്സി മൂടി ഇത് 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ മാവ് ഈ കാണുന്ന പോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. മാവ് ഒഴിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ബൗൾ കുറച്ച് വലുതെടുക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ ബൗളിലൊക്കെ ആണെങ്കിൽ മാവ് പൊളിച്ച് പൊങ്ങി വരുമ്പോഴത്തേക്കും പുറത്തേക്കൊക്കെ ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. മാവ് കുറച്ച് തിക്കാണ്, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിരിക്കണം, എന്നാൽ ദോശമാവിനേക്കാളും കുറച്ചുകൂടെ തിക്കാകുക. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കറികളുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ അധികം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പുപൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഉപ്പുപൊടി രാവിലെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി മാവ് നന്നായിട്ട് ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാത്രം മൂടി മാവ് പൊങ്ങാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിൽ മാവ് പുളിച്ച് പൊങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ നാട്ടിലെ കാലാവസ്ഥയിലാണെങ്കിൽ 7-8 മണിക്കൂർ കൊണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി വരും. അല്ലെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് വെച്ചാൽ മതി. അപ്പത്തിൻ്റെ മാവ് മൂടി വെച്ചിട്ട് 8 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മാവെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മാവ് കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് ലൂസാക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പം ഉണ്ടാക്കാണ്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് അപ്പച്ചട്ടി കൂടുതൽ ചൂടായി പോകരുത്. കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ അപ്പം ശരിയായി കിട്ടില്ല. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി. മാവ് ഒഴിച്ചതിന് ശേഷം ചട്ടി കയ്യിലായിട്ട് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഭംഗിയിൽ ഇതുപോലെ കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അപ്പച്ചട്ടി നമുക്കൊരു മൂടി വെച്ചൊന്ന് മൂടാം. മൂടിയതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യണം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം പാകമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണമെങ്കിൽ എടുക്കാം. അല്ല നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. നമ്മുടെ അപ്പം പാകമായിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അപ്പവും പാകമായിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവർ ഷേപ്പിൽ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം 2 തവി മാവ് ഒഴിക്കുക. അതിനുശേഷം ചട്ടി കയ്യിലെടുത്തതുപോലെ 1, 2, 3, 4, 5, 6 പെറ്റൽ വരുന്ന വിധത്തിൽ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് നേരത്തെ അപ്പം ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ അപ്പവും പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ നല്ല സോഫ്റ്റും നല്ല പെർഫെക്റ്റും ആയിട്ടുള്ള നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫിഷ് മോളി, മുട്ട റോസ്റ്റ്, സ്റ്റൂവിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെയൊക്കെ കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.